10ാം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? മനോഹരം. അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജ് അഡ്മിഷൻ എടുത്തപ്പോഴോ അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിലെസ് മോൻ ഒറ്റ ഒരുത്തനെ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ച മലയാളത്തിൽ പറയടാ. മച്ചാനെ പച്ചക്കാണ്. ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടും പറടാ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞത്? പോയിട്ട് അടുത്ത വർഷം കാണാന്നളിയാ. ആ സ്പീക്കറിൽ നിന്നാടാ ഇവൻ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അല്ല, എറണാകുളത്തോട്ട് കെട്ടുപൊട്ടിച്ചങ്ങ് പറക്കാന്ന്. എന്ത് രാത്രി നമ്മൾ മറൈൻ ഡ്രൈവ് പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടി ഉള്ളതിന്റെ പേര് അച്ചില്ലേ. വേറെ സാധനം ഉണ്ട്, ലുലുമാളി 5 പൈസ കറങ്ങിട്ട് പറയാ വൈബെന്ന്. ഇത് കണ്ടു കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ആഹാ, എറണാകുളത്തെ ഗേൾസിനെ പറ്റി പറയടാ. പക്ഷെ പട്ടിണിയല്ലേ? ഇന്നലെ നോക്കിയപ്പോ ഈ മല പോലെ ഇരിക്കുന്ന മനുഷ്യൻ ബ്രെഡും തൈരും കൂട്ടി തിന്നുന്നു. അയ്യോ, അത് 4 ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച പാലാണ്. തൈര്. എടാ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പണ്ട് നമ്മള് സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ? ആ പൂപ്പ. ശലഭമേ ഒന്ന് വിരിയോ? ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് വരൂ. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോന്നു? പള്ളിയിൽ വാങ്ങ് കൊടുക്കാൻ പോന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് ആണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്, ചെല്ല്. രാവിലെ ഉറക്കോ രാത്രി കറക്കോ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് അറിഞ്ഞൂടാത്ത തന്തകള്. മച്ചാനെ പേപ്പറുണ്ടോ? മനോരമ മാതൃഭൂമിയോ? അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോട്ടെ പോടാ. എന്തായാലും നമ്മളെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. അയ്യോ, സാറ് തഹസിൽദാറല്ലേ? ഏയ്, ജോലിയൊന്നും ആയില്ലെങ്കിൽ നമ്മൾ ഈ സാമാനൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. യെസ്, വി എക്സിസ്റ്റ്. അജേഷ് പേപ്പർ എന്ന് വെച്ചപ്പോ മനോരമ. എടാ, നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ, നീ പൊള്ളിമൂടല്ല അല്ലേ ബ്രോ? ഇത് മൂഡ് വെഞ്ഞാറമൂട്. പോടാ. അജേഷേ, ഇവന്മാര് മൂടല്ലടാ. ഹലോ അച്ഛാ, ഒരു 5000 രൂപ വേണമായിരുന്നു. നമ്മുടെ സതീഷിന്റെ കാലൊടിഞ്ഞ്. കാല് തെറ്റിയപ്പം കൈ കുത്തിയതാ. നല്ല ഹോസ്പിറ്റലാന്ന് പറ. നല്ല ഹോസ്പിറ്റലില്ല. കമ്പി ഇടണം കാലിന്റെ ഇടയില്. കാലില് ഞാൻ ഇപ്പൊ ഡോക്ടറിന്റെ കൊടുക്കാം. ഹലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കമ്പി ഇടേണ്ടി വരും കാലില്. ആ TMD തന്നെ ഇടാം. എന്ത് പൊട്ടനാടാ. എന്റെ അച്ഛനല്ലേ. 2 കാലം അടിച്ചായിരുന്നു 10,000 കിട്ടിയേനെ. എന്നിട്ട് അവന്റെ തന്തയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. സുരിക്കട്ടാ, ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി, അടുത്ത മാസം നിന്റെ തന്ത. ഓടാന്തന്നെ. ബൈ. ഭയങ്കര ചൂടല്ലേ? എന്നാ ഫാൻ ഇട്. തമാശ. ഒന്ന് ഇക്കിള് കിട്ടിയായിരുന്നു ചിരിക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലുള്ള തമാശയാണെങ്കി വേണ്ടടേ. സീരിയസാ. പറയ്. പാർവതി ഇല്ലേ? ഓ, ടിൻഡർ പാർവതി. അത് തന്നെ. നിങ്ങള് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് ആണ്, പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടോന്നൊരു സംശയം. പക്ഷെ അവക്ക് ഇഷ്ടമുണ്ടോന്നും ഒരു സംശയം. സംശയം എന്തോന്ന്? ഡേറ്റിംഗ് ആപ്പ് വഴി ഒന്നേയല്ലേ, പ്രേമം തന്നെ. ഡേറ്റിംഗ് ആപ്പ് ഒന്നും വെച്ച് അതൊരാപ്പല്ലേ? ആപ്പെന്നും പറഞ്ഞ അവക്ക് ടെമ്പററി കളിച്ചാ പോരെ. എന്തിനാ ഡേറ്റിംഗ് ആപ്പിൽ കുത്തിയിരിക്കുന്നു? അപ്പൊ ആപ്പിലാക്കല്ലേ? ആപ്പിലാക്കണം. പിന്നെ എന്തിനാ ഈ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നേ? പെണ്ണ് പിടിക്കാൻ. അല്ല, പെണ്ണിനെ കണ്ടുപിടിക്കാൻ. കണ്ടുവിട്ടുപോയി. ചില്ലറ വാക്കാ പന്നി നീ വിട്ടുപോയത്. സോറി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. അല്ല, ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയാലോ? നിന്നെ അവൾ എന്താ വിളിക്കുന്നേ? അക്കൂസേന്ന്. കക്കൂസെന്ന്? അക്കൂസ്. ചീത്ത പേര് മാത്രമുള്ള നിന്നെ ചെല്ലപ്പേരിട്ട് വിളിക്കണമെങ്കിൽ ഇതത് തന്നെ ആണ്. നിങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കാറില്ലേ? 26 മണിക്കൂറും. രാത്രി എന്തോ അവൾ അയക്കാറ്? പറയടാ. മടിക്കാതെ പറ. ഗുഡ് നൈറ്റ്. പക്ഷെ അതിനോട് ഒരു ലവ് ചിഹ്നവും ഉമ്മയുടെ ഇമോജി അയക്കാറുണ്ട്. ഉമ്മയാ? നമുക്കൊന്നും ആരും ഉമ്മ അയക്കുന്നില്ലല്ലോ അളിയാ. അതിന് ആദ്യം ആരെങ്കിലും മെസ്സേജ് അയക്കണം. അല്ല, ആ ഉമ്മയാണ്. പിന്നെ എന്റെ വാപ്പുമ്മായ വിളിയിടാവള. എനിക്കൊരു കാര്യം തുറന്നു കാണിക്കണം. അല്ല, എന്റെ മനസ്സ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടവാ. ഐ ലവ് യു. എടാ, കട്ടിയല്ലേ ഇത്? പ്രാങ്ക്. പറയടാ. പ്രാങ്ക്. ഇല്ല, ഞാൻ നാളെ വിളിക്കാവേ. കട്ടി.
പിന്നെ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ എന്തിന് ഡേറ്റും ഒക്കെ ഉള്ളതാ ഇവള് ഫേക്ക്. ഇല്ല വിഷമിക്കണ്ട, നാളെ നീ അവളെ കാണുമ്പോ അവക്കാട പോലെ ബിഹേവ് ചെയ്യായിരുന്നത്. അവക്കാടോയോ ഓക്കോട് മനസ്സിലായല്ലോ. ആ